ഞാൻ അറിയാതൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ശരീരം അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നബിയേ. നാളെ പരലോകത്ത് വരുമ്പോ ഇതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടുമോ യാ റസൂലല്ലാഹ്? എന്തൊരു ചോദ്യമാ ചെറുപ്പക്കാരാ, എന്തൊരു ചോദ്യമാ ചെറുപ്പക്കാരി. ഞാൻ ഈ ദുനിയാവിൽ ചെയ്തത് ഇവിടെ വെച്ച് ഞാൻ ഏറ്റുവാങ്ങി, ഇനി പരലോകത്ത് വരുമ്പോ എനിക്ക് അതിന്റെ ശിക്ഷ കിട്ടുമോ നബിയേ എന്ന ചോദ്യം വരുമ്പോ ഇത്രയേറെ തെറ്റുകളുടെ കൂമ്പാരങ്ങളെ ചെയ്തു കുട്ടിയുണ്ട്. നാളെ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനൊന്ന് തൗബ ചെയ്തിട്ട് പിരിയാന് എന്നുള്ള ചിന്ത വരുന്നതിനപ്പുറം നാളെ പരലോകത്തേക്കുള്ള പാപങ്ങൾ വീണ്ടും വാരിക്കൂട്ടുമ്പോ നമുക്കങ്ങനെ ഒരു ചിന്തയില്ല. പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന ചിന്തയില്ല, പരലോകത്ത് പോകണമെന്ന ചിന്തയില്ല, അള്ളാന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, നരകം നമ്മളെ മാടി വിളിക്കുമെന്ന് അറിയില്ല, തീരെ കിടന്ന് കരിയുമെന്ന സ്വബോധമില്ല. നമ്മളിങ്ങനെ ഇപ്പോഴും ദുനിയാവില് നമ്മുടെ ജോലിയാടാ. ഒരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് എവിടെ? ഇപ്പോഴും നമ്മുടെ ജോലി എന്താ ചെറുപ്പക്കാരാ? ചൊക്രിയിലെ പെണ്ണിനും മാഹിയിലെ പെണ്ണിനും മറുപടി കൊടുക്കാനല്ലാതെ പാതിരാ സമയത്ത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്താ നിന്റെയൊക്കെ ജോലിയാടാ? ഈ പാപത്തെ കുറിച്ചുള്ളൊരു ചിന്തയില്ല, പാപത്തെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയില്ല. അമ്മ ചോദിക്കുകയാണ്, തെമ്മാടി എടാ തെമ്മാടി, എന്തേതിനൊക്കെ ബോധമില്ല. ഇപ്പോഴും ഈ ചെറുപ്പക്കാരുടെ ജോലിയാണെന്നറിയോ? ചൊക്രിയിലെ പെണ്ണിനെയും മാഹിയിലെ പെണ്ണിനെയും പണ്ട് കാലത്ത് എവിടെയോ ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്ക് മനുഷ്യനെ പിടിച്ചു നിർത്തിയപ്പോ ഞാൻ ആവർത്തിച്ചെന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ അസ്രനിസ്കാരത്തിന് ശേഷം വീടിന്റെ മുമ്പിൽ എന്നിട്ട് ഫിത്നയും ഫസാദും പറയുന്നെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ നരകം വിലക്ക് വാങ്ങുന്നത് ഫേസ്ബുക്കിലൂടെയാണ്, വാട്സപ്പിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നെന്റെ ചെറുപ്പക്കാര് നരകം വാങ്ങിക്കുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലുമാ. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ പ്രശ്നമില്ല. മറ്റൊരുത്തന്നെ പുടുക്കുത്തു നടത്താനും മറ്റൊരുത്തന്റെ മറ്റൊരുത്തന്റെ വ്യക്തി ജീവിതത്തെ താറുമാറെടുക്കാനും വേറൊരുത്തിനെ കുറിച്ച് അപവാദം പറയാനും അതാരെന്നുറപ്പില്ല. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയാ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പോക്രിത്തരങ്ങൾ, നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ, അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയാൻ, കുറിച്ച് അപവാദം പറയാൻ, ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വാർത്ത വന്നാൽ അത് ലൈക്ക് അടിക്കുന്നതിന് മുമ്പേ നോക്കണം, ഇത് വാസ്തവമാണോ, ഇത് ശരിയാണോ. അതല്ലാതെ ലൈക്ക് ചെയ്യുന്നവൻ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അവൻ അള്ളാന്റെ നരകത്തിലൊരു സീറ്റ് വിലക്ക് വാങ്ങുകയാ. എന്താ നിങ്ങൾ വിചാരിച്ചത് ഫേസ്ബുക്ക് സുന്നത്താണെന്നോ? എന്താ നിങ്ങൾ കരുതിയത്? ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതെന്നെ കുറിച്ചോ നൗഷാദ് ബാക്കവിയെ കുറിച്ചോ പള്ളിയിലെ ഖത്തീബിനെ കുറിച്ചോ അവമതിക്കുന്നവരെ കുറിച്ചല്ല. ഈ പറയുന്ന അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച്, അവനവന്റെ പെങ്ങളെ കുറിച്ച്, അവനവന്റെ പെണ്ണിനെ കുറിച്ച് പോലും പറയുന്ന ഏറ്റവും വലിയ വ്യഭിചാരത്തിന്റെ കഥകളായി മാറുമ്പോ, യൂട്യൂബ് മുഴുവനും വ്യഭിചാരത്തിന്റെ കഥ മാറുമ്പോ, മാഹിയിലെയോ ചൊക്രിയിലോ അങ്ങാടിയില് അരമനയുടെ അകത്തളത്തില് പേടിയില്ലാത്തൊരു പെണ്ണുങ്ങള്, ആഖിറത്ത് അറിയാത്ത പെണ്ണ്, പരലോകത്തെ പേടിക്കാത്തതിന് പെണ്ണുങ്ങൾ വാക്ക് പറഞ്ഞപ്പോ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്രിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്രിയിലെ പെണ്ണിന്റെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെൺപക്കാരാ, അതിന് മറുപടിയായി പാതിരാ സമയത്ത് കോഴിക്കോട്ടെ ചുള്ളന്മാരെ കണ്ടിക്ക, മലപ്പുറത്തെ ആണുങ്ങളെ കണ്ടിക്ക. ആണുങ്ങളത് കാണണമെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതില്ലേ? ചൊക്രിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ഏത് ചെറുപ്പക്കാരന് കാണിച്ചു തരാമെന്ന് നീ കാണിച്ചു കൊടുക്കുന്ന നിന്റെ ഈ പച്ചമാംസമില്ല പെണ്ണ്, ആ പച്ചമാംസം എന്താണെന്നറിയോ? നാളെ മണ്ണിന്റെ അടിയിലും മരത്തി കിടത്തിയിട്ട് മണ്ണിട്ട് മൂടിയാല് 4-ാമത്തെ ദിവസം, 5 ദിവസം വേണ്ട, 5 ദിവസം വേണ്ട, 4-ാമത്തെ ദിവസം പുടുത്തു നാറിപ്പോകുന്ന നിന്റെ ഈ പച്ച തുണിയല്ലേ, നിന്റെ ഈ തൊലി വെളുപ്പല്ലേ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്? ഏത് എന്നാലും കാണിച്ചു തരാം. ഏടാ പെണ്ണ്, 6 അടി മണ്ണിൽ വെച്ചിട്ട് 4-ാമത്തെ ദിവസം കബറൊന്ന് തുറന്നു നോക്കി
നോക്കിയാ പുഴുക്കളുടെ വായിലിരിക്കുന്ന നിന്റെ വെള്ളത്തൊലിയാണോ ഈ തൊലിയുടെ വെളുപ്പാണോ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. ഖബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അറിയുന്നതാണ് അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. ഖബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. പൊന്നുമോള് ഖബറിലേക്ക് വെച്ചാൽ അടുകി പുഴുക്കളുടെ വായില് പോകുന്ന ഈ പച്ചമാംസത്തിന്റെ കഥ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പാടുപെടുക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ കുറെ ചെറുപ്പക്കാര് പറഞ്ഞ് യൂട്യൂബില് മറുപടി കൊടുത്ത് പെണ്ണിന് മറുപടി കൊടുത്ത് അവളൊരു ഹറാമ് ചെയ്തപ്പോ ചൊക്ലിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ആവാസത്തിന്റെ ഒരു പാട്ട് പാടിയപ്പോ അതിന് കിട്ടിയ ഒരു ഫലം അവര് സിനിമയിൽ അഭിനയിക്കാൻ പോയി. അതിനേക്കാളും വലിയ ഹറാമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടായി. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട പെങ്ങള്, പാതിരാത്രി ഇരുന്നിട്ട് നീ മറുപടി കൊടുക്കേണ്ടത് മാഹിയിലെയും ചൊക്ലിയിലെയും പെണ്ണിന്റെയും പാട്ടല്ല കേൾക്കേണ്ടത്. നീ കേട്ടെന്റെ പാട്ട് ഞാൻ പറഞ്ഞു തരാം. പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി നിന്റെ ബെഡ്റൂമിൽ കിടന്നിട്ട് നിന്റെ മൊബൈൽ എടുത്തിട്ട് നെറ്റ് കിട്ടുമെങ്കിലൊന്ന് ആ നെറ്റിലേക്ക് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് നീ ഒരു പാട്ട് സെർച്ച് ചെയ്തെടുക്കണം. പേടിയുണ്ടോ? ആണത്തുമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പാതിരാത്രി നീ ആ പാട്ടെന്ന് കേട്ട് നോക്ക്. ഏതാ പാട്ടെന്നറിയോ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം എത്തേണ്ടടാ, കണ്ടാലുടനെ വാവിട്ടു നീ കരേണ്ടടാ, മെടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് ഒമാനാ. ആണത്തോണ്ടടാ കുട്ടികളെ, ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുകയാ. ഈ ചൊക്ലിക്കും മാഹിക്കും മറുപടി കൊടുക്കുന്നത് നിർത്തിയിട്ട് രാത്രിയിൽ കിടക്കപ്പായിരുന്നിട്ട് ഒരു രാത്രിയിൽ കേട്ടാൽ നിന്റെ ഹൃദയം തകർന്നു പോകുമെടീ പെങ്ങളെ. നെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇതൊന്ന് കേട്ടു നോക്ക്, ഇതൊന്ന് കേട്ടു നോക്ക്. എങ്ങനെ ഈ തെമ്മാടിത്തരം ചെയ്തിട്ട് ആണത്തോണ്ട് കേക്ക്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെഴുതി വെച്ചിട്ട് രാത്രി ഒന്ന് കേട്ടാ പിന്നെ നീ ഒരു തെറ്റ് ചെയ്യൂല. ഇത് മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചൊക്ലിനെ പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. നീ എന്ത് കാണിക്കേ? നീ എന്ത് കാണിച്ചു കൊടുക്കാനടി പെണ്ണെ? നിന്നേക്കാൾ വലിയ സുന്ദരിയാണ് ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവൾ ധനാർബുദം വരുമെന്ന് കരുതിയിട്ട് പേടിച്ചിട്ട് മാറുമുറിച്ചു കളഞ്ഞ പെണ്ണ ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവളും ചാകും. ബോളിവുഡ് നടി ആന്റലീന ജോളി റളിയല്ലാഹു അൻഹ പറയുന്നത്. ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ആ പെണ്ണെന്ത് ചെയ്തെന്നറിയോ? അവള് പെണ്ണുങ്ങൾക്ക് സ്ഥാനാർബുദം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവളോട് ഡോക്ടറെ അസുഖം വന്നപ്പോ പറഞ്ഞു സ്ഥാനാർബുദം വരാൻ, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അവൾ എന്ത് ചെയ്തെന്നറിയോ? ഇതുണ്ടെങ്കിലല്ലേ അത് ക്യാൻസർ വരും, മുറിച്ചു മാറ്റി. ആ പെണ്ണിപ്പോ അഭിനയിക്കുന്നത് അതില്ലാതെയാണ്. ആ പെണ്ണും മരിക്കും. അർബുദം വരുമെന്ന് പറഞ്ഞ് അവനവന്റെ മുറിച്ചു മാറ്റിയ പെണ്ണും മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇല്ലേ?